KSMSAയുടെ ആഭിമുഖ്യത്തിൽ സെക്രട്ടേറിയറ്റ് നടയിൽ ചൈന പ്രദക്ഷിണവും മാർച്ചും നടക്കുകയാണ്. ക്ഷീരകർഷകരുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഈ മാർച്ച് പാലുവില വർദ്ധിപ്പിക്കുക എന്നതാണ് അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം. സാധനങ്ങളുടെ വിലവർധനയോടനുബന്ധിച്ച് തന്നെ അവർക്ക് ഈ ഒരു പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകാനാകെ ബുദ്ധിമുട്ടുന്ന ഈ സാഹചര്യത്തിൽ പാലുവില വർദ്ധിപ്പിക്കുന്നതിലൂടെ മാത്രമേ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് അവരുടെ ആവശ്യം. അതിന്റെ ആവശ്യത്തോടനുബന്ധിച്ചിട്ടുള്ള സമരപരിപാടികളാണ്, സൂചനാ സമരപരിപാടികളാണ് ഇവിടെ നടന്നു വരുന്നത്. ഫെഡറേഷൻ നീതി പാലിക്കുക, നിർദ്ദേശം പാലിക്കുക. മിൽക്ക് ഇൻസെന്റീവിന്റെ പരിധി 40,000 എടുത്തു കളയുക. ക്ഷീരസംഘങ്ങൾ മിൽമ നൽകുന്ന മാർജിൻ 10% ആക്കുക. നിർദ്ദേശം ഫെഡറേഷൻ അംഗീകരിക്കുക. KSMSA സിന്ദാബാദ്, ക്ഷീരകർഷകർ സിന്ദാബാദ്. ഈ സമരത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ സംബന്ധിച്ച് സ്വാഗത പ്രാസംഗികനോട് സൂചിപ്പിച്ചു. ക്ഷീരമേഖലയിൽ ജോലി ചെയ്യുന്ന, പശുവിനെ വളർത്തുന്ന ക്ഷീര കർഷകർക്ക് അവരുടെ കഷ്ടപ്പാടിൻ്റെയും ബുദ്ധിമുട്ടിൻ്റെയും അടിസ്ഥാനത്തിൽ പാലുവില വർദ്ധിപ്പിക്കണമെന്നാണ് പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഈ സമരത്തിലൂടെ ആദ്യമായി ഉന്നയിക്കുന്ന ഏറ്റവും വലിയ ആവശ്യം. നമ്മുടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുന്നായി തന്നെ പാൽവില വർദ്ധിപ്പിക്കുന്നതിന് തത്വത്തിൽ ഫെഡറേഷൻ തീരുമാനമെടുത്തു. അന്ന് ബഹുമാന്യനായ മന്ത്രി നിയമസഭയിലും പുറത്തും പറഞ്ഞത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ശേഷം പാൽവില വർദ്ധിപ്പിക്കുമെന്നാണ്. എന്നാൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ശേഷം പാൽവില വർദ്ധിപ്പിക്കാൻ തയ്യാറാകാത്ത സാഹചര്യത്തിൽ എറണാകുളം മേഖലാ യൂണിയന്റെ നേതൃത്വത്തിൽ ഫെഡറേഷൻ യോഗത്തിൽ തീരുമാനമെടുപ്പിച്ച് അത് പ്രഖ്യാപിക്കുന്നതിന് ഫെഡറേഷൻ ചെയർമാൻ ശ്രീ KS മണിയെ ചുമതലപ്പെടുത്തുകയുണ്ടായി. എന്നാൽ നാളിതുവരെയുമായി ആ തീരുമാനം പ്രഖ്യാപിക്കുന്നതിന് ഫെഡറേഷൻ ചെയർമാൻ തയ്യാറായിട്ടില്ല. ബഹുമാനപ്പെട്ട ക്ഷീരവസ്ത്ര വകുപ്പ് മന്ത്രിയെ ഫോണിൽ വിളിച്ചു ചോദിച്ചപ്പോൾ നിങ്ങളുടെ ചെയർമാനോട് പറയൂ, ചെയർമാൻ വില കൂട്ടട്ടെ എന്നുള്ള നിലപാടാണ് വകുപ്പ് മന്ത്രിക്കുള്ളത്. അദ്ദേഹത്തിനോട് ഞങ്ങൾ ബന്ധപ്പെട്ടപ്പോൾ ബഹുമാനപ്പെട്ട ഫെഡറേഷന്റെ ചെയർമാൻ ശ്രീ KS മണിയോട് ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം കേരളത്തിൽ ഇന്ന് 3 മേഖലാ യൂണിയനാണുള്ളത്. ഈ 3 മേഖലാ യൂണിയനുകളിൽ നമുക്ക് മലബാറിലും തിരുവനന്തപുരത്തും എറണാകുളത്തുമുള്ള ജീവനക്കാരുടെ പ്രൊമോഷൻ പോളിസി അംഗീകരിക്കുന്നതിനും അവരുടെ ശമ്പളം വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടിയിട്ട് മലബാർ മേഖലാ യൂണിയന്റെ ജീവനക്കാരുടെ ശമ്പളവും അതുപോലെ ആനുകൂല്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട CM-നെ കണ്ട്, മുഖ്യമന്ത്രിയെ കണ്ട് അതിനുള്ള ആനുകൂല്യം മേടിച്ചപ്പോൾ ഞാൻ അങ്ങയോട് ചോദിച്ചു, എന്തുകൊണ്ട് ഈ കാര്യം അങ്ങ് സംസാരിച്ച് അതിന് അനുകൂലമായ ഒരു സാഹചര്യം ഒരുക്കുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ചിരിച്ചു തള്ളുന്ന ഒരു മനോഭാവമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ആനന്ദ മാതൃക ക്ഷീരസംഘം ഇന്ന് കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ഒരു മണി ഉണ്ടാക്കിയതല്ല. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ഒത്തിരി ക്ഷീര കർഷകരുടെ പ്രതിനിധികൾ ഇവിടെ ഉണ്ട് എന്ന് നമ്മൾ വിസ്മരിക്കാതെ പോകരുത്. ഇവിടെ ക്ഷീര കർഷകർ സമരത്തിന്റെ ഇവിടെ ശയന പ്രദർശനം നടത്തിക്കൊണ്ട് ഇവിടെ ക്ഷീര കർഷകർ നടത്തുന്ന ഈ പ്രതിഷേധം നമ്മളെ ശ്രദ്ധിക്കണം. ഇവിടുത്തെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ, തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തപ്പെടുന്ന ഈ ശയന പ്രദർശനം, ക്ഷീര കർഷകരുടെ ശയന പ്രദർശനം ഇവിടെ നടക്കുകയാണ്. അവർക്ക് പാൽവില വർദ്ധിപ്പിക്കണമെന്ന് അവകാശപ്പെട്ടുകൊണ്ട്, ഫെഡറേഷൻ നീതി പാലിക്കണമെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തപ്പെടുന്ന ഈ ശയന പ്രദർശനത്തിൽ എല്ലാ ക്ഷീര കർഷകരും പങ്കെടുത്തുകൊണ്ട് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഈ മേഖലയിൽ ശയന പ്രദർശനം നടത്തിക്കൊണ്ട് പാൽവില വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇവിടെ ക്ഷീര കർഷകരുടെ സംഘടന KSMSA നടത്തപ്പെടുന്ന ഈ പ്രതിഷേധ യോഗത്തിൽ ഇവിടെ ശയന പ്രദർശനം ഇവിടെ നടത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പാലുവില വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കഴിഞ്ഞ 1.5 വർഷമായി ഇവിടെ
സമരവും പ്രതിഷേധങ്ങളും നടക്കുകയാണ്. ഫെഡറേഷന്റെ കഴിഞ്ഞ വിശേഷാൽ പൊതുയോഗത്തിൽ പാലുവില കൂട്ടാത്തതിൽ ഞാൻ ഉൾപ്പെടെയുള്ള 5 ഭരണസമിതി അംഗങ്ങൾ പ്രതിഷേധം രേഖപ്പെടുത്തി പൊതുയോഗത്തിൽ നിന്ന് വാക്കൗട്ട് നടത്തിയുണ്ടായി. അതിനുശേഷമാണ് KSMS എന്ന സംഘടന ഇടുക്കി ജില്ലയിലുള്ള കർഷകരെയും സംഘം പ്രസിഡന്റുമാരെയും അതുപോലെ തന്നെ കർഷകരെ ജീവനക്കാരെയും എല്ലാം ഉൾപ്പെടുത്തി ഇവിടെ ശയന പ്രദർശനം ഉൾപ്പെടെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഇവിടെ നടത്തി പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ഫെഡറേഷന്റെ വാർഷിക പൊതുയോഗത്തിൽ 4 രൂപ വില കൂട്ടുന്നതിന് വേണ്ടിയുള്ള ശുപാർശ കേരളത്തിലെ 3 മേഖലാ യൂണിയനും അതുപോലെ ക്ഷീരവികസന വകുപ്പിന്റെ പ്രതിനിധിയും കൂടി തീരുമാനമെടുത്ത് 4 രൂപ മുതൽ 6 രൂപ വരെ വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം അത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് ക്ഷീരവികസന വകുപ്പ് മന്ത്രി ചിഞ്ചു റാണി ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ജനുവരി 9 തീയതി കഴിഞ്ഞാൽ അതിനുശേഷം വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞതാണ്. അവരോട് ഞങ്ങൾ അതിനുശേഷം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹത്തെ ബഹുമാനപ്പെട്ട ക്ഷീരവികസന വകുപ്പ് മന്ത്രിയെ ഞങ്ങൾ കണ്ടപ്പോൾ പാൽവില വർദ്ധിപ്പിക്കുന്നതിനുള്ള അനുവാദം ഫെഡറേഷനാണ്, അത് ഫെഡറേഷൻ ചെയർമാൻ കൂട്ടിയാൽ മതി എന്നുള്ളതാണ് അവരുടെ ഭാഗത്തു നിന്നുള്ള അഭിപ്രായം. അതിനുശേഷമാണ് ഞങ്ങൾ ഫെഡറേഷനിൽ ഈ സമരമുറകൾ പ്രതിഷേധം രേഖപ്പെടുത്തി സമരമുറകളുമായി മുമ്പോട്ട് പോകുന്നത്. ഇനിയും നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ കാത്തിരുന്നാണ് അദ്ദേഹം ഈ പാലുവില വർദ്ധിപ്പിക്കുവാൻ വിമുഖത കാണിച്ചാൽ കേരളത്തിൽ ഞങ്ങൾ പാല് വിൽപ്പന നടത്താതെ തന്നെ ഉള്ള സമരമുറകളുമായി മുമ്പോട്ട് പോകും. ഇന്ന് കേരളത്തിൽ ഏതാണ്ട് 18 ലക്ഷം ലിറ്റർ പാലാണ് മിൽമ വഴി വിറ്റഴിക്കുന്നത്. ഇന്ന് 5 ലക്ഷത്തോളം ലിറ്റർ പാലാണ് അന്യ സംസ്ഥാനത്ത് നിന്ന് കൊണ്ടുവന്ന് ഇവിടെ വിപണനം മാർക്കറ്റിൽ പിടിച്ചു നിർത്തുന്നത്. ഓരോ ദിവസം തോറും പാലിന്റെ അളവ് പ്രാഥമിക ക്ഷീരസംഘത്തിൽ അളക്കുന്നത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന് പരിഹാരം എന്ന നിലയ്ക്ക് കർഷകരെ ഈ മേഖലയിൽ ചെറുകിട കർഷകരെയും ഫാം കർഷകരെയും പിടിച്ചു നിർത്തണമെങ്കിൽ ഈ മേഖലയിൽ പാലുവില വർദ്ധിപ്പിക്കണം. കാലിത്തീറ്റ വില സബ്സിഡി ഏർപ്പെടുത്തുകയോ അല്ലെങ്കിൽ കാലിത്തീറ്റയ്ക്ക് വില വർദ്ധിപ്പിക്കാതിരിക്കുന്ന ഒരു സംവിധാനമായി മുമ്പോട്ട് പോവുകയും അതുപോലെ തന്നെ ത്രിതല പഞ്ചായത്തും സർക്കാരും കൊടുക്കുന്ന സബ്സിഡികൾ ഒരു വ്യക്തിക്ക് 40,000 രൂപ എന്നുള്ളത് അത് 80,000 രൂപയായി വർദ്ധിപ്പിക്കുകയും ഈ മേഖലയിൽ കർഷകരെ പിടിച്ചു നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള വിവിധ പദ്ധതികൾ കൊണ്ടുവന്നില്ലെങ്കിൽ നിലവിലുള്ള കർഷകർ കൂടി കൊഴിഞ്ഞുപോയി. ഇത് അന്യ സ്റ്റേറ്റിൽ നിന്നും ആനന്ദ് മാതൃക നഷ്ടപ്പെടുത്തി 1980-ൽ ഡോക്ടർ വർഗീസ് കുര്യൻ ആനന്ദ് മാതൃക ക്ഷീരസംഘം പ്രവർത്തനം തുടങ്ങിയതിന്റെ അതിന്റെ ആ ഒരു ആവശ്യകതയിൽ നിന്നും മാറി നിന്നുകൊണ്ട് ക്ഷീര കർഷകർ ഇല്ലാതെ അന്യ സ്റ്റേറ്റിൽ നിന്ന് പാല് കൊണ്ടുവന്ന് വിപണനം നടത്തുന്ന രീതിയാണ് ഇന്ന് ഫെഡറേഷൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഈ പാൽവില വർദ്ധിപ്പിക്കാതെ കേരളത്തിലെ ക്ഷീര കർഷകരെ രംഗത്ത് പിടിച്ചു നിർത്താനായി കഴിയില്ല. നാമമാത്രമായ അല്ലെങ്കിൽ 1-2 പശുക്കളെ വളർത്തുന്ന ചെറുകിട കർഷകർ ഈ രംഗത്തുനിന്ന് കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അന്യ സംസ്ഥാനങ്ങളിലാണെങ്കിൽ പാലിന് വില ക്രമാതീതമായി വർദ്ധിച്ചു വരികയാണ്. ഇപ്പൊ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ പാൽ വിപണിയിൽ സ്വകാര്യ മേഖലയിൽ നിന്നുള്ള ആളുകൾ ഒഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം പാലിന്റെ വില വർധനവ്, മറ്റ് ഉൽപ്പന്നങ്ങളുടെ വില വർധനവ് കാരണം കൊണ്ട് ഈ രംഗത്ത് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരവസ്ഥയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ സാമ്പത്തിക വർഷം എറണാകുളം മേഖലാ യൂണിയൻ 65 കോടി രൂപ അധിക പാൽവില ഇൻസെന്റീവായി ക്ഷീര കർഷകർക്ക് നൽകി. അത് മേഖലാ യൂണിയന് ലാഭം ഉണ്ടായതുകൊണ്ടാണ്. പക്ഷെ ഇന്ന് സാമ്പത്തിക സ്ഥിതി അതല്ല. കർഷകരെ സഹായിക്കണമെങ്കിൽ പാൽവില വർദ്ധിപ്പിക്കുക എന്ന് അല്ലാതെ മറ്റൊരു കാര്യം കൊണ്ടും നടപ്പാക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ അടിയന്തരമായി പാൽവില വർദ്ധിപ്പിക്കണമെന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. കൂടാതെ ക്ഷീര കർഷകർ ആവശ്യപ്പെടുന്ന ലളിതമായ ചില ആവശ്യങ്ങൾ 12 മാസവും വർഷത്തിലെ എല്ലാ ദിവസവും കാലിത്തീറ്റ ഇൻസെന്റീവ് കർഷകർക്ക് നൽകുക, അതുപോലെ ഗ്രാമപ്രദേശങ്ങളിലെ ക്ഷീര കർഷകരെ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തുക. ഇത്തരം നടപടികളിലൂടെ മാത്രമാണ് ക്ഷീര കർഷകരെ നിലനിർത്താൻ കഴിയുള്ളൂ. അത്തരത്തിൽ ക്ഷീര കർഷകരെ നിലനിർത്തിക്കൊണ്ടു പോകുന്നതിന് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അനുകൂലമായ തീരുമാനം ഉണ്ടാകണം. അതിന് ഫെഡറേഷൻ ചെയർമാൻ ഈ നിലപാട് മാറ്റി ക്ഷീര കർഷകർക്ക് അനുകൂലമായ ഒരു നിലപാട് എടുക്കണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. വില വർദ്ധിപ്പിക്കുക മാത്രമല്ല, ഇപ്പോൾ ഞങ്ങൾക്ക് ഇരുട്ടടി പോലെ ഈ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ഒരു 60 രൂപയോളം കാലിത്തീറ്റയിൽ വർധനവുണ്ടായിരിക്കുകയാണ്. ഇപ്പോൾ വേറെയും ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇൻസെന്റീവ് ത്രിതല പഞ്ചായത്തുകളിൽ നിന്ന് ഇൻസെന്റീവിന് 40,000 രൂപ എന്നുള്ള ലിമിറ്റ് വെച്ചിരിക്കുകയാണ്. അതിന് 5 ലക്ഷം രൂപ വരുമാന പരിധി വെച്ചിരിക്കുന്നു. അപ്പൊ എല്ലാ തരത്തിലും ക്ഷീര കർഷകനെ വിഷമിപ്പിക്കുന്ന ഒരു തരത്തിലേക്കുള്ള നടപടികളാണ് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നായാലും മറ്റ് മേഖലാ യൂണിയൻ എല്ലാ ഭാഗത്തും നമുക്ക് അനുകൂലമായ നടപടിയല്ല ഉണ്ടാകുന്നത്. എറണാകുളം മേഖലാ യൂണിയൻ താരതമ്യേന ഈ കാര്യത്തിൽ കർഷകർക്ക് അനുകൂലമായ നിലപാട് എക്കാലവും സ്വീകരിച്ചിട്ടുണ്ട്. അവരോട് ഈ കാര്യത്തിൽ ഞങ്ങൾ നന്ദിയുണ്ട്. പക്ഷേ മിൽമയുടെ ഫെഡറേഷൻ ചെയർമാൻ ഒരു ഏകാധിപത്യ സ്വഭാവത്തോടു കൂടി ഗവൺമെന്റ് അതുപോലെ തന്നെ മിൽമ ഫെഡറേഷനിലെ ബഹുഭൂരിപക്ഷം അംഗങ്ങളും
എടുത്ത തീരുമാനത്തിന് എതിരായിക്കൊണ്ട് വ്യക്തിപരമായി തന്നെ അദ്ദേഹം ദാക്ഷ്യത്തോടെ പെരുമാറുന്നത് അവസാനിപ്പിക്കേണ്ടതാണ് എന്നാണ്. അങ്ങനെ ചെയ്യുന്നില്ല എങ്കിൽ ഗവൺമെന്റ് വില വർദ്ധിപ്പിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞങ്ങൾക്ക് ഒരു 5 രൂപ വില വർദ്ധിപ്പിക്കുന്ന എന്നാണോ അന്ന് വരെയും ക്ഷീര കർഷകർ ഉത്പാദിപ്പിക്കുന്ന ഓരോ ലിറ്റർ പാലിനും 5 രൂപ വീതം താൽക്കാലികമായി ഇൻസെന്റീവ് നൽകുവാനായിട്ട് ഗവൺമെന്റ് തരണം. എന്റെ പേര് ഷൈൻ. ഞാൻ സംസ്ഥാനത്തെ ക്ഷീരവികസന വകുപ്പിന്റെ 2 പ്രാവശ്യം സംസ്ഥാന അവാർഡ് വാങ്ങിയിട്ടുള്ള ഒരു ക്ഷീര കർഷകനാണ്. ഏകദേശം 300 പശുക്കളെ മേലെ വളർത്തുന്ന ഒരു കർഷകനാണ്. ഇപ്പോഴത്തെ ഈ പാൽവില ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ നമ്മളെ പോലെയുള്ള ക്ഷീര കർഷകർക്ക് ഈ രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റില്ലാത്ത ഒരു സാഹചര്യമാണ്. എന്തായാലും നമ്മുടെ വകുപ്പ് മന്ത്രി പല പ്രാവശ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് പാൽവില വർദ്ധിപ്പിക്കാനായിട്ട്. നമ്മുടെ ഫെഡറേഷൻ ചെയർമാൻ ആ പാൽവില വർദ്ധിപ്പിക്കുന്നതിനോട് നിരുത്സാഹം കാണിക്കുന്ന ഈ തീരുമാനം എത്രയും പെട്ടെന്ന് മാറ്റി എത്രയും പെട്ടെന്ന് ഒരു പാൽവില വർദ്ധിപ്പിച്ച് ഞങ്ങളെ ഈ മേഖലയിൽ രക്ഷിക്കണമെന്ന് ഞാൻ വിനീതമായി ഈ അവസരം അഭ്യർത്ഥിക്കുന്നു. ലീഡ ജോക്കി കമ്മീഷന് 1918 റിപ്പോർട്ട് തയ്യാറാക്കിയ ശേഷം പാൽ ഉത്പാദനത്തിൽ കുറവുണ്ടെന്നും പാൽ ഉത്പാദിപ്പിക്കാൻ കൃഷിക്കാർക്ക് നഷ്ടമാണ് ഉണ്ടാകുന്നതെന്ന കാര്യം ബോധ്യപ്പെടുക. വീണ്ടും കമ്മീഷൻ വെച്ചിട്ട് ദിനംപ്രതി പഠനം നടത്തുന്നതല്ലാതുകൊണ്ട് ഒരു ഗുണവും ഗവൺമെന്റ് കൃഷിക്കാർക്ക് ഉണ്ടാകുന്നില്ല. നമുക്കറിയാം 40,000 രൂപ എന്നുള്ള ഇൻസെന്റീവ് പരിധി വെച്ച് വെച്ചിരിക്കുന്നു. വരുമാനം എന്തെങ്കിലും കൃഷി വകുപ്പിന്റെ അല്ലെങ്കിൽ വകുപ്പിന്റെ ഇൻസെന്റീവ് കിട്ടണമെങ്കിൽ നമുക്ക് 5 ലക്ഷം രൂപ വരുമാനം വരെ വെച്ചിരിക്കുന്നു. ടാക്സ് ഏർപ്പെടുത്തുന്നു. ഇതെല്ലാം ക്ഷീരകർഷകരെ സഹായിക്കാനല്ല, മറിച്ച് അവരെ ഈ രംഗത്ത് മുന്നോട്ട് പോകാൻ വേണ്ടിയാണ്. ഇടത്തരക്കാരായ ആളുകളാണ് രംഗത്ത് നിൽക്കുന്നത്. ഇവർക്ക് മറ്റു ആനുകൂല്യങ്ങൾ ഒന്നും കൊടുക്കാതെ കൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ കഴിയില്ലാത്ത സത്യമാണ്. 42-43 രൂപ മാണ് കൃഷിക്കാർക്ക് ആവറേജ് കിട്ടുന്നത്. ഈ കൃഷിക്കാർ അതേ മുന്നോട്ട് പോകും. ഗവൺമെന്റ് ഭാഗത്ത് സപ്പോർട്ട് ഇല്ല. ത്രിതല പഞ്ചായത്തുകളുടെ സപ്പോർട്ട് വളരെ കുറവാണ്. ഈ ഗവൺമെന്റ് 1 രൂപ പോലും ഇൻസെന്റീവ് കൊടുക്കുന്നില്ല. ഫെഡറേഷൻ കൊടുക്കുന്ന ഇൻസെന്റീവുകൾ മാത്രം മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഈ ഫെഡറേഷൻ ഇൻസെന്റീവ് മാത്രമല്ല, പാലുവില വർദ്ധിപ്പിക്കാൻ മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യമാണ്. അടിയന്തരമായി പാലുവില വർദ്ധിപ്പിക്കാൻ മുന്നോട്ട് പോകുള്ളൂ. എന്റെ സൊസൈറ്റി പോലും 3300 ലിറ്റർ പാലുണ്ടായിരുന്നത് ഇപ്പൊ 1600 ജീവനക്കാരുടെ എണ്ണത്തിൽ കുറവ് വരുത്താൻ പറ്റിയിട്ടില്ല. അവർ ശമ്പളം കുറയ്ക്കാൻ പറ്റിയിട്ടില്ല. ഇത് മുന്നോട്ട് പോകുന്ന സാഹചര്യമുണ്ട്. ജീവനക്കാരുടെ സ്ഥിതി മോശമാവും, സംഘത്തിന് നിലനിൽപ്പ് പ്രശ്നമാവും. അതെല്ലാം സഹിക്കേണ്ടത് കൃഷിക്കാരാണ്. അതാണ് ഇന്നത്തെ സ്ഥിതി. അതുകൊണ്ട് ഗവൺമെന്റ് അടിയന്തരമായി പാലുവില വർദ്ധിപ്പിക്കാൻ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. അത് വർദ്ധിപ്പിച്ചില്ലെങ്കിൽ വളരെ മോശമാവും. കഴിഞ്ഞ 4 വർഷക്കാലമായി പാലിന് വില വർദ്ധിപ്പിച്ചത്. 4 വർഷം മുമ്പാണ് പാലിന് വില വർദ്ധിപ്പിച്ചിട്ടുള്ളത്. അതിനുശേഷം ഇങ്ങോട്ട് വില വർദ്ധിപ്പിച്ചിട്ടേയില്ല. എല്ലാ സാധനങ്ങളുടെയും, പ്രത്യേകിച്ച് കാലിത്തീറ്റയുടെയും പഞ്ഞിക്കുരുവിന്റെയും അല്ലെങ്കിൽ മരുന്നുകളുടെയും അല്ലെങ്കിൽ മറ്റ് ചെലവുകളെല്ലാം ക്രമാതീതമായും വർദ്ധിച്ചിട്ടും പാലിന് മാത്രമാണ് വില വർദ്ധിപ്പിക്കാത്തുള്ളത്. ബാക്കി എല്ലാ സാധനങ്ങളുടെയും വില വർദ്ധിച്ചു. എന്നിട്ടും ഗവൺമെന്റും ഫെഡറേഷനും ഈ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഇന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ശയന പ്രതീക്ഷ സമരം സംഘടിപ്പിച്ചത്. എന്നിട്ടും പ്രശ്നം പരിഹരിച്ചില്ല എങ്കിൽ മറ്റ് സമര പരിപാടികളുമായി മുന്നോട്ട് പോകാനാണ് അസോസിയേഷൻ തീരുമാനിച്ചിട്ടുള്ളത്. പാലുവില വർദ്ധിപ്പിക്കുക എന്നുള്ളത് മാത്രമല്ല ഞങ്ങളുടെ ആവശ്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് കാലിത്തീറ്റയുടെ വില നിയന്ത്രിക്കുക. നേരത്തെ കേരള ബാങ്കിൽ ഞങ്ങൾക്ക് അഭിലേഷൻ ഉണ്ടായിരുന്നു. ജില്ലാ ബാങ്കുകളിൽ ആ അഭിലേഷൻ പുനഃസ്ഥാപിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ത്രിതല പഞ്ചായത്തുകൾ നൽകുന്ന ഇൻസെന്റീവ് വർദ്ധിപ്പിക്കണം. അങ്ങനെ നിരവധിയായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് KSMSA പ്രത്യേകിച്ച് ഈ സമര പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. സാധാരണക്കാരായ ഏറ്റവും പാവപ്പെട്ടവരാണ് ക്ഷീര കർഷകർ. അവരെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തുക, അങ്ങനെയുള്ള നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടത്തുന്ന സമരത്തിന് എല്ലാവരുടെയും എല്ലാവിധ പിന്തുണയും ഉണ്ടാകണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത്. ക്ഷീരമേഖലയുമായി ബന്ധപ്പെട്ട വിലവർദ്ധനവ് സംബന്ധിച്ച് ഒരു കമ്മീഷനെ സർക്കാർ നിയോഗിച്ചുവെങ്കിലും ക്ഷീരമേഖലയുമായി ബന്ധപ്പെട്ട ഒരു പ്രതിനിധികളെ പോലും ഒരു അഭിപ്രായം ആരാതെയാണ് ഈ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. ഈ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് പ്രകാരം 4 രൂപ മുതൽ 6 രൂപ വരെ കൂട്ടാമെന്ന് കമ്മീഷൻ പറഞ്ഞുവെങ്കിലും മന്ത്രി ഈ വിലവർദ്ധനവ് നടപ്പിലാക്കാത്തതിൽ പ്രതിഷേധിച്ചും കൂടിയാണ് ഈ സമരം. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കമ്മീഷനെ വെക്കുമ്പോൾ പ്രത്യേകിച്ച് ക്ഷീരമേഖലയുമായി ബന്ധപ്പെട്ടുള്ള സംഘടനകളുണ്ട്, കർഷകരുണ്ട്, ക്ഷീരസംഘം പ്രതിനിധികളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സംഘം പ്രതിനിധികളെ കൂടെ ഇങ്ങനെയുള്ള അന്വേഷണ കമ്മീഷന്റെ ഒരു കമ്മിറ്റി അംഗമായി വെക്കണമെന്നും കൂടി ഈ സമരത്തിലൂടെ ഞങ്ങൾ ആവശ്യപ്പെടുന്നു. ിന്റെ